അടുത്ത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി അഥവാ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി രൂപീകരിച്ച വർഷം 1945. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനമാണ് ഹേഗ്. ന്യൂയോർക്കിന് പുറത്ത് ആസ്ഥാനമുള്ള ഏക UN ഘടകമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 15. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ പരമാവധി കാലാവധി 9 വർഷമാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. ഇന്ത്യയിൽ നിന്നും ആദ്യമായി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ സ്ഥിരാംഗമായത് ജസ്റ്റിസ് BN റാവു ആണ് 1952-53 കാലഘട്ടത്തിൽ. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരനാണ് നാഗേന്ദ്ര സിംഗ്. RS പഥക്, ദൽവീർ ഭണ്ഡാരി എന്നിവരാണ് അംഗമായ മറ്റ് ഇന്ത്യക്കാർ. ICJ പ്രസിഡന്റായ ആദ്യ വനിതയാണ് റോസ്ലിൻ ഹിഗിൻസ്. അവർ ബ്രിട്ടനിലുള്ളതാണ്. രക്ഷാസമിതിയും പൊതുസഭയും പ്രത്യേകം വോട്ട് നടത്തിയാണ് ജഡ്ജിമാരെ നിയമിക്കുന്നത്. അംഗരാജ്യങ്ങളുടെ പ്രത്യേക ഏജൻസികളുടെയും നിയമപ്രശ്നങ്ങൾക്ക് ഉപദേശം നൽകുകയും തീർപ്പ് കൽപ്പിക്കുകയുമാണ് നീതിന്യായ കോടതിയുടെ കടമ. കോടതിക്ക് ക്വാറം തികയാൻ 9 ജഡ്ജിമാർ ഹാജരാവണം. നിലവിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ അംഗമായിട്ടുള്ള ഇന്ത്യക്കാരനാണ് ദാൽവീർ ഭണ്ഡാരി. ഒരു അംഗരാജ്യത്തിൽ നിന്നും 2 ജഡ്ജിമാർ ഉണ്ടാകാൻ പാടില്ല. രാജ്യങ്ങളാണ് കക്ഷികളായി കോടതിയെ സമീപിക്കുന്നത്. അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥകൾ, ഉടമ്പടി തർക്കങ്ങൾ എന്നിവ സംബന്ധിച്ച് കോടതി തീർപ്പ് കൽപ്പിക്കുന്നു. ഇനി ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ. ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായത് 1945 ഒക്ടോബർ 30. ഇന്ത്യക്ക് വേണ്ടി 1945 UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് രാമസ്വാമി മുതലിയാർ. UNO അണ്ടർ സെക്രട്ടറിയായ ആദ്യ ഇന്ത്യക്കാരനാണ് ശശി തരൂർ. UN സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് ശശി തരൂർ. UN അണ്ടർ സെക്രട്ടറി ആയി 2015 നിയമിതനായ ഇന്ത്യക്കാരനാണ് അതുൽ ഹാരെ. UN പൊതുസഭയുടെ പ്രസിഡന്റായ ഏക ഇന്ത്യൻ വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് മാതാ അമൃതാനന്ദമയി. ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായി ഹിന്ദിയിൽ പ്രസംഗിച്ചത് AB വാജ്പേയി. പൊതുസഭയിൽ ആദ്യമായി തമിഴിൽ പ്രസംഗിച്ച നേതാവാണ് മഹിന്ദ രാജപക്സെ. ഐക്യരാഷ്ട്രസഭയിൽ തുടർച്ചയായി 8 മണിക്കൂർ പ്രസംഗിച്ച് റെക്കോർഡ് സൃഷ്ടിച്ച വ്യക്തിയാണ് VK കൃഷ്ണമേനോൻ. 1957 കാശ്മീർ പ്രശ്നത്തെക്കുറിച്ചാണ് VK കൃഷ്ണമേനോൻ UN പ്രസംഗിച്ചത്. UN പൊതുസഭയിൽ പ്രസംഗിക്കുക വഴി ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിയാണ് യുഗരത്ന ശ്രീവാസ്ത. ലോകാരോഗ്യ സംഘടനയുടെ പ്രസിഡന്റായ ഏക ഭാരതീയ വനിതയാണ് രാജ്കുമാരി അമർക്കർ. UN പാടാൻ അവസരം ലഭിച്ച ഇന്ത്യൻ സംഗീതജ്ഞയാണ് MS സുബ്ബലക്ഷ്മി. ഐക്യരാഷ്ട്രസഭയുടെ സിവിലിയൻ പോലീസ് ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിതയാണ് കിരൺ ബേദി. ഐക്യരാഷ്ട്രസഭയുടെ പബ്ലിക് ഇൻഫർമേഷൻ മേധാവിയായി പ്രവർത്തിക്കുന്ന മലയാളിയാണ് ശശി തരൂർ. UN സെക്രട്ടറി ജനറലിന്റെ സ്റ്റാഫ് മേധാവിയായി നിയമിതനായ മലയാളിയാണ് വിജയ് K നമ്പ്യാർ. UN പൊതുസഭയിൽ പ്രദർശിപ്പിച്ച ബോളിവുഡ് ചിത്രമാണ് ലേഗേ രഹോ മുന്നാ ഭായ്. നിലവിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയാണ് പർവതാനേനി ഹരീഷ്. ഇന്റർ പാർലമെന്ററി യൂണിയൻ ഓണററി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിതയാണ് നജ്മ ഹെപ്തുള്ള. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളും സാമൂഹ്യ ശാക്തീകരണവും എന്ന വിഷയത്തിൽ നടന്ന രാജ്യാന്തര സമ്മേളനത്തിന്റെ മാതൃകാ പദ്ധതിയായി UN അവതരിപ്പിക്കുന്നതിന് ക്ഷണം ലഭിച്ച കേരളത്തിലെ പദ്ധതിയാണ് ഇടം വിഷൻ 2030. ഇനി പോയിന്റ് ടു റിമെമ്പർ. പൊതുസേവനത്തിനായുള്ള യുണൈറ്റഡ് നേഷൻ ഗ്ലോബൽ അവാർഡ് നേടിയ കേരള മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. യുണൈറ്റഡ് നേഷൻ പബ്ലിക് അവാർഡ് 2017 നേടിയ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയാണ് മമതാ ബാനർജി. ശൈശവ വിവാഹ നിരക്ക് ഗണ്യമായി കുറയ്ക്കുന്നതിനായി ആരംഭിച്ച കന്യാശ്രീ പ്രഗൽഭ എന്ന പദ്ധതിക്കാണ് അവാർഡ് ലഭിച്ചത്. ഇതിനടുത്ത് സെക്രട്ടറി ജനറൽമാർ. ഒന്നാമത്തേത് ട്രിഗേലി, നോർവേക്കാരനാണ്. 1946 മുതൽ 52 വരെ. 2 ഡാഗ് ഹാമർഷർ ഷോൾഡ്, സ്വീഡൻകാരനാണ്. 1953 മുതൽ 61 വരെ. അടുത്ത് യൂത്താൻഡ്, മ്യാൻമറിലുള്ളതാണ്. 1961 മുതൽ 71 വരെ. അടുത്ത് കൂർട്ട് വാൾഡ് ഹൈം, ഓസ്ട്രിയ. 1972 മുതൽ 81 വരെ. അടുത്ത് ജാവിയൻ പെരസ് ഡിക്വയർ, പെറുവിലുള്ളതാണ്. 1982 മുതൽ 91 വരെ. അടുത്ത് ബൂട്രോസ് ഹാലി, ഈജിപ്തിലാണ്. 1992 മുതൽ 96 വരെ. അടുത്ത് കോഫി അന്നർ, ഹാനയിലുള്ളതാണ്. 97 മുതൽ
1997 മുതൽ 2006 വരെ. ബാൻ കി മൂൺ സൗത്ത് കൊറിയ 2007 to 2016. ആന്റോണിയോ ഗുട്ടറസ് പോർച്ചുഗൽ 2017 മുതൽ തുടരുന്നു.